അടുത്തത് സ്പീഡ് ആൻഡ് വെലോസിറ്റിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ബോഡി ഇൻ യൂണിറ്റ് ടൈം. അതായത് സ്പീഡ് ഒരു ബോഡി ഈ യൂണിറ്റ് ടൈമിൽ കവർ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, SI യൂണിറ്റ് അതിൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്പീഡ് എന്താണ്, ഡിസ്റ്റൻസ് പോലെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആയതുകൊണ്ട് അതെന്താണ്, സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് നോ ഡയറക്ഷൻ. സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസിനെ പോലെ സ്പീഡ് എന്താണ്, ഓൾവേസ് പോസിറ്റീവാണ്. സ്പീഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ബട്ട് അടുത്ത 2 ടൈപ്സ് സ്പീഡ്, 2 ടൈപ്സ് സ്പീഡ് ഉണ്ട്. ആവറേജ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും. മറ്റേ പർട്ടിക്കുലർ ടൈമിലുള്ള സ്പീഡിനാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ആവറേജ് സ്പീഡാണ് ഇതുവരെ മുൻപ് ഉള്ള ക്ലാസ്, അതായത് 10ാം ക്ലാസ് മുതലൊക്കെ നിങ്ങൾ പഠിച്ചത് എന്താണ്, ആവറേജ് സ്പീഡാണ്. ഇനി നിങ്ങൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്ന പുതിയൊരു സ്പീഡിൻ്റെ, അതായത് പെർട്ടിക്കുലർ ഒരു പ്രത്യേക ടൈമിലുള്ള സ്പീഡ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് +1 മുതലാണ്. വെലോസിറ്റി. ഇനി എന്താണ് വെലോസിറ്റി നോക്കാം, ഇത് നമുക്ക് പഠിക്കാം. അപ്പോൾ വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈമിനെയാണ് എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. വെലോസിറ്റിൻ്റെയും സ്പീഡിൻ്റെയും സെയിം തന്നെയാണ്. പക്ഷേ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് പോലെ തന്നെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. വെലോസിറ്റി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇതൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ച് വന്നതാണ്. ബട്ട് അടുത്ത 2 ടൈപ്സ് ഓഫ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഉണ്ട്. ഇനി നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഒന്ന് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ്, അതായത് ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനെയാണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഒരു ബോഡി പോസിറ്റീവ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഗ്രാഫ് എങ്ങനെയാണ് മൂവ് ചെയ്യുക, ഈ ഒരു രീതിയിലാണ് മൂവ് ചെയ്യുക. അത് ഏത് ആംഗിളാണ്, ഇങ്ങനെ മൂവ് ചെയ്യാം. അതേപോലെ തന്നെ ഇങ്ങനെ ചെരിഞ്ഞ രീതിയിൽ ഏത് രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. കാരണം ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ടാവണം. എല്ലാത്തിനും തമ്മിലൊരു എന്താണ്, ഇതും തമ്മിൽ ഇവിടുന്ന് ഇവിടുത്തം വരെ ഇതാണെങ്കിൽ ഇതും തമ്മിൽ ഈയൊക്കെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ എന്താണ്, അത് പോസിറ്റീവ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ ഇത്. ഓക്കെ, ഇനി അതേസമയം ഒരു ബോഡി നെഗറ്റീവ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു രീതിയിൽ എങ്ങനെ മൂവ് ചെയ്താൽ എന്താണ്, ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യുന്നതാവാം. അതേപോലെ തന്നെ ഏത് രീതിയിൽ മൂവ് ചെയ്താൽ അതെന്താണ്, നെഗറ്റീവ് വെലോസിറ്റിയാണ്. അതിൻ്റെ കാരണം നമ്മൾ ഗ്രാഫിൻ്റെ പഠിക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഓരോ ഗ്രാഫിൻ്റെ റിലേഷൻ പറഞ്ഞു തരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, റെസ്റ്റിൽ ഒരു ബോഡീൻ്റെ പൊസിഷൻ മാറുന്നില്ല. ഓക്കെ, ഇത് പൊസിഷനാണ്, ഇത് ടൈമാണ്. പൊസിഷൻ മാറുന്നില്ല എന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിലാണ് ഒരു ബോഡി ഉള്ളതെങ്കിൽ അത് അവിടെ തന്നെ റെസ്റ്റിലാണെങ്കിൽ ഇവിടെ തന്നെ റിമെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ടൈം കൂടുന്തോറും ടൈം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു മാറ്റമില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 1 2 3 ഇപ്പോൾ എത്രയെങ്കിലും ആയിക്കോട്ടെ. അപ്പം അതിലാണെങ്കിൽ ഇതെന്തുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റെസ്റ്റിലാണ്. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫിൻ്റെ നേച്ചർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി. നമ്മൾ നേരത്തെ ഡിസ്റ്റൻസിൻ്റെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ പോലെ സ്പീഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റിയാണ്. ഇനി ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും, ഇതാണ് നിങ്ങൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന സ്പീഡിൻ്റെ ഒക്കെ. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ആവറേജ് സ്പീഡ് അത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ആവറേജ് സ്പീഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ ഇൻ്റർവൽ ഓഫ് ടൈം ഡ്യൂറിങ് വിച്ച് ദ മോഷൻ ഹാസ് ടേക്കൺ. ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ടോട്ടൽ പാത്ത് ലെങ്ത്, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻ്റർവൽ ഓഫ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുത്തോ അതിൻ്റെ ഇൻ്റർവെല്ലാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ആവറേജ് സ്പീഡ് ഹാസ് ഒബ്വിയസ്ലി ദ സെയിം യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി, ബട്ട് ഇറ്റ് ഡസൻറ്റ് ടെൽ us in what direction an object is moving. Speed is always positive. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, സിമ്പിളായിട്ട് കഴിയും. ആവറേജ് സ്പീഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ചേഞ്ച് ഇൻ പൊസിഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ദ ടൈം ഇൻ്റർവെൽ ഇൻ വിച്ച് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കേഴ്സ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ
ഇൻ്റർവൽ ഓഫ് ടൈം, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്ന ഇൻ്റർവൽ ഓഫ് ടൈമിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതായത് x2 - x1 ബൈ t2 - t1 ഡെൽറ്റ എക്സ് ബൈ ഈ ചേഞ്ച്, അതായത് ഈ x2 - x1 ഫൈനൽ മൈനസ് ഇനീഷ്യൽ, ആ ആക്ച്വലി ചേഞ്ചിനെ നമ്മൾ ഡെൽറ്റ എക്സ് എന്നാണ് പറയുക. ഡെൽറ്റ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ എക്സ്. x2 - x1 ഇത് ചേഞ്ച് അല്ലേ, ഡിഫറൻസ് അല്ലേ. ഡിഫറൻസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം t. ഓക്കെ, when the displacement is positive, the average velocity is positive. Displacement positive ആണെങ്കിൽ average velocity positive ആണ്. when the displacement is negative, average velocity negative ആണ്. when the displacement is 0 ആണെങ്കിൽ average velocity 0 ആണ്. കാരണം നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ അറിയാം അത് കിട്ടും. ഇക്വേഷൻ നോക്കിയാൽ മതി. what is the relation between average speed and average velocity? നമ്മൾ പറഞ്ഞതാണ് average speed is always greater than or equal to average velocity. അത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ average speed ഡിവൈഡഡ് ബൈ average velocity is greater than or equal to 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. എ കാർ ഈസ് മൂവിങ് along a straight line, say OP. It moves from O to P in 18 seconds and returns from P to Q in 6 seconds. What is the average velocity and the average speed of the car in going from O to P? ഓയിൽ നിന്ന് പി. ഒരു ബോഡി 18 സെക്കൻഡ് എടുത്ത് ഓയിൽ നിന്ന് പിയിലേക്ക് എത്തി. അതേപോലെ തന്നെ 6 സെക്കൻഡ് എടുത്ത് അത് തിരിച്ച് പിയിൽ നിന്ന് ക്യൂയിലേക്ക് എത്തി. ഓക്കെ, ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡ് ഓഫ് ദ കാറുമാണ്. ഫ്രം ഓയിൽ നിന്ന് പി. ആദ്യം നമ്മളോട് പറയുന്നത് ഓയിൽ നിന്ന് പിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത്. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 360. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് വരെ 360 മീറ്ററാണ്. ഡിവൈഡഡ് ബൈ എത്ര ടൈം എടുത്തു എന്ന് പറയുന്നുണ്ട്? 18 സെക്കൻഡാണ്. ഡിവൈഡഡ് ബൈ 18, അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി ആവറേജ് വെലോസിറ്റിയോ? വെലോസിറ്റിയും ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആണ്. കാരണം സ്ട്രെയിറ്റ് ലൈനിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയല്ലേ. അപ്പോൾ എന്താണ്, അത് രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും കിട്ടുക. നമ്മൾ ഈ ഒരു ഡയറക്ഷൻ പോസിറ്റീവ്, ഓയിൽ നിന്ന് പി പോസിറ്റീവ് എടുത്തതുകൊണ്ട് അതിൻ്റെ +20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. കാരണം വെലോസിറ്റി എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, അത് ഡയറക്ഷനും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ +20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയത്. ഇനി ആവറേജ് സ്പീഡ്, രണ്ടാമത്തെ കേസ് നോക്കൂ. ഫ്രം O to P ആൻഡ് ബാക്ക് ടു, അതായത് ഇയാൾ ഈ വണ്ടി ഓയിൽ നിന്ന് പിയിലേക്ക് പോകുന്നു, പിയിൽ നിന്ന് വീണ്ടും തിരിച്ച് ഫ്രം O to P ആൻഡ് ബാക്ക് ടു Q, ഓയിൽ നിന്ന് പിയിലേക്ക് പോവുകയും പിയിൽ നിന്ന് തിരിച്ച് വീണ്ടും ക്യൂയിലേക്ക് വരികയും ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ ആ ഒരു ടൈമിൽ അതിൻ്റെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ആവറേജ് സ്പീഡ് നിങ്ങൾക്കറിയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ എത്ര ഡിസ്റ്റൻസ് എടുത്തോ അതും ഇതും കൂടി കൂട്ടണം. അതായത് 360 പ്ലസ് ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 120 പ്ലസ് 120 ഡിവൈഡഡ് ബൈ 18 + 6. 18 + 6 സെക്കൻഡ് എടുത്തല്ലോ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 18 സെക്കൻഡ് അങ്ങോട്ടേക്കും 6 സെക്കൻഡ് ഇങ്ങോട്ടേക്കും, അത് രണ്ടും കൂട്ടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇനി ആവറേജ് വെലോസിറ്റി ആണെങ്കിലോ, വെലോസിറ്റി അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇത് ഇനീഷ്യൽ പൊസിഷൻ, എന്നിട്ട് ഇവിടെ പോയി തിരിച്ച് ഇവിടെ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഫൈനൽ പൊസിഷൻ ഇതാണ്. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ നിന്ന് വെച്ചത്. അപ്പോൾ 240 ഡിവൈഡഡ് ബൈ എത്ര ടൈം എടുത്തു? 18 + 16 തന്നെയാണ്. കാരണം ഇവിടത്തേക്ക് പോയി തിരിച്ചിങ്ങോട്ടേക്ക് വിടുന്നുണ്ട്. ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 മീറ്റർ പെർ സെക്കൻഡാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലായല്ലോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. the car moves from O to P and returns back to O again, then its displacement is 0. അതായത് ഈ ബോഡി ഓയിൽ നിന്ന് പിയിലേക്ക് പോയി പിയിൽ നിന്ന് ഓയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണ്. ഇവിടെ ഫൈനലും ഇനീഷ്യലും സെയിം ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് ഈ അങ്ങോട്ട് പോയതിൻ്റെയും ഇങ്ങോട്ട് പോയതിൻ്റെയും മുഴുവൻ കൂട്ടണം. അപ്പോൾ എന്താണ് ഇവിടെ ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ, ആവറേജ് വെലോസിറ്റി പറയുകയാണെങ്കിൽ 0 ആണ്. ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എത്ര ടൈം എടുത്തോ അതാണ് ഇവിടെ പറയുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്നാൽ 2 × OP ഡിവൈഡഡ് ബൈ എത്ര ടൈം എടുത്തോ അത് തന്നെയാണ് ആവറേജ് സ്പീഡ്. പക്ഷേ വെലോസിറ്റി എന്താണ്? 0/T 0 തന്നെയാണ്.